നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി പരിതാപകരമായ അവസ്ഥയിലെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്ത്. കടമെടുത്ത് മുന്നോട്ട് പോകുന്ന ധനസ്ഥിതിയിലാണ് കേരളം. നമ്പർ 1 കേരളം എന്ന് പറയുമ്പോഴും നീതി ആയോഗ് നടത്തിയ റാങ്കിങ്ങിൽ കേരളം ഏറെ പിന്നിലാണ്. സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള റാങ്കിങ്ങിൽ കേരളം വളരെ പിന്നിൽ പോയി. 18 പ്രമുഖ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം 15-ാമതാണ്. വരുമാനം മെച്ചപ്പെടുത്താനായില്ലെങ്കിലും ചെലവുകൾ ഗുണപരമല്ലെന്നും ബാധ്യതകൾ കൂടുതലാണെന്നുമാണ് നീതി ആയോഗിന്റെ വിലയിരുത്തൽ. കടമെടുത്തുള്ള മുന്നോട്ട് പോക്കും പലിശ ഇനത്തിൽ വലിയ പണം ചെലവാക്കേണ്ടി വരുന്നതുമാണ് കേരളത്തിന് തിരിച്ചടിയാകുന്നത്. നീതി ആയോഗിന്റെ 2025 ധനാരോഗ്യ സൂചിക റിപ്പോർട്ടാണ് 2022-2023 പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി താരതമ്യപ്പെടുത്തിയത്. 2014-2015 മുതൽ 16-ാം റാങ്കിങ്ങിലായിരുന്നു കേരളം. ഒരു സ്ഥാനം മുന്നിലായെങ്കിലും സംസ്ഥാനങ്ങളെ 4 വിഭാഗങ്ങളായി വേർതിരിക്കുമ്പോൾ ഏറ്റവും പിന്നിലുള്ള ആസ്പിറേഷണൽ വിഭാഗത്തിലാണ് കേരളം. സ്ഥിതി മെച്ചപ്പെടുത്താൻ പരിശ്രമിക്കുന്ന സംസ്ഥാനങ്ങളായ ഹരിയാന, കേരളം, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ് എന്നിവയാണ് അതിൽ. സ്ഥിതി മെച്ചപ്പെടുത്താൻ പരിശ്രമിക്കുന്ന സംസ്ഥാനങ്ങളായ ഹരിയാന, കേരളം, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ് എന്നിവയാണ് അതിൽ. ഒഡീഷ, ഛത്തീസ്ഗഡ്, ഗോവ, ജാർഖണ്ഡ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളാണ് മുന്നിൽ. ഒഡീഷയുടെ സ്കോർ 67.8 ആണ്. കേരളത്തിൻ്റേത് 25.4 എന്ന നിലയിലുമാണ്. കേന്ദ്ര മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്നു എന്നതാണ് പലപ്പോഴും റാങ്കിങ്ങിൽ പിന്നോട്ട് പോകാൻ കാരണമായി മാറുന്നത്. സാമൂഹിക ക്ഷേമ പരിപാടികൾക്ക് ഗണ്യമായി ചെലവഴിക്കേണ്ടി വരുന്ന സമ്മർദ്ദം ഒരു വശത്ത്, മറുവശത്ത് വരുമാനം വലിയ തോതിൽ വർദ്ധിപ്പിക്കാനാവാത്ത സ്ഥിതിയെല്ലാം തിരിച്ചടിയാണ്. ചെലവിൻ്റെ ഗുണനിലവാരം, വരുമാന സമാഹരണം, ചെലവ് നിയന്ത്രണം, കടത്തിൻ്റെ സൂചിക, കടത്തിൻ്റെ സുസ്ഥിരത എന്നിങ്ങനെ 5 ഘടകങ്ങളാണ് വിലയിരുത്തിയത്. ഇതിൽ ചെലവിൻ്റെ ഗുണനിലവാരത്തിലാണ് കേരളത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ സ്കോർ. ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ ഒഴിവാക്കാനാകാത്ത ചെലവുകൾ മൊത്തം ചെലവിൻ്റെ 63.9%. വികസന ചെലവ് 8.8%. മറ്റ് സംസ്ഥാനങ്ങളുടെ ശരാശരി വികസന ചെലവ് 15.2%. കേരളത്തിൻ്റെ ആരോഗ്യ കുടുംബക്ഷേമ ചെലവ് 6.4%. മറ്റ് സംസ്ഥാനങ്ങളുടെ ശരാശരി 5.6%. വിദ്യാഭ്യാസ ചെലവ് കേരളത്തിൽ 14%. മറ്റ് സംസ്ഥാനങ്ങളുടെ ശരാശരി 14.9%. വരുമാന സമാഹരണത്തിൽ കേരളം നേട്ടമുണ്ടാക്കി. ഇതുമാത്രം കണക്കാക്കിയാൽ കേരളം 6-ാം റാങ്കോടെ മുൻനിര സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ്. പിന്നിട്ട 5 വർഷം കേരളത്തിൻ്റെ വാർഷിക വളർച്ചാ നിരക്ക് ശരാശരി 7.3%. തനത് വരുമാനം 26.5% വർദ്ധിച്ചു. ഇതിൽ നികുതി വരുമാനം മാത്രം 23.3% കൂടി. നികുതിയേതര വരുമാനം 44.5% കൂടി. ലോട്ടറിയാണ് നികുതിയേതര വരുമാനത്തിലെ പ്രധാന സ്രോതസ്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമങ്ങൾക്ക് കേരളം മുൻഗണന നൽകുന്നതായി റിപ്പോർട്ട് പറയുന്നു. മൊത്തം ആഭ്യന്തര ഉൽപ്പാദനവും കടം ഉൾപ്പെടെയുള്ള ബാധ്യതകളും തമ്മിലുള്ള അനുപാതമാണ് കടത്തിൻ്റെ സുസ്ഥിരതയെ സൂചിപ്പിക്കുന്നത്. ഇതിലും കേരളം വളരെ പിന്നിലാണ്. അനുപാതം 2018-2019 30.7%-ൽ നിന്ന് 37.6%-മായി കൂടിയത് കേരളത്തിന് തിരിച്ചടിയായി. റവന്യൂ വരുമാനത്തിൻ്റെ 19%-വും പലിശ നൽകാൻ ചെലവിടുന്നത് ആശങ്കയുണ്ടാക്കുന്ന സ്ഥിതിയാണ്. രാജ്യത്തെ GDP-യിലേക്കുള്ള സംസ്ഥാനങ്ങളുടെ വിഹിതം, ഡെമോഗ്രഫി, മൊത്തം പൊതുചെലവ്, വരുമാനം, മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിരത എന്നിവ അടിസ്ഥാനമാക്കിയാണ് നീതി ആയോഗ് 2022-2023 ധനകാര്യ സൂചിക തയ്യാറാക്കിയത്. ഇവയെല്ലാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി സ്വാധീനിക്കുന്നു. കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് ധനകാര്യ സൂചികയിൽ പിന്നിലുള്ളത്. ആന്ധ്രാപ്രദേശ്, കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ സൂചികയിൽ 100-ൽ 30-ന് താഴെയാണ് സ്കോർ ചെയ്തത്. ഉയർന്ന കടം, വലിയ രീതിയിലുള്ള പലിശ തിരിച്ചടവ്, വരുമാനത്തിലെ കുറവ്, മൂലധന ചെലവുകളിലെ കാര്യക്ഷമതയില്ലായ്മ എന്നിവയാണ് ഈ സംസ്ഥാനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. നികുതിയേതര വരുമാനത്തെയാണ് കൂടുതലും ഈ സംസ്ഥാനങ്ങൾ ആശ്രയിക്കുന്നത്.